ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ അന്ന് രാവിലെ വെള്ളം വെച്ചു, അരി അടുപ്പിട്ടു. പിന്നെന്താണ്, നമ്മുടെ അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് വേവിച്ചിട്ടു. അപ്പോൾ അതേ ഉമ്മിച്ച അവിടെ ഇരുന്ന് അവിയലിനും സാമ്പാറിനും ഒക്കെ അരിയുന്നു. ഉമ്മാണെല്ലാം അരിഞ്ഞ് തന്നത്. ഇത്താണ് ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ അതേ നമ്മുടെ പയറ് കുട്ടന്മാരെയും നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് വേവിച്ചു, കുക്കറിലിട്ട് വേവിച്ചു. അപ്പോൾ അതേ ചായ ഒരിടത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ പച്ചടിക്കുള്ളതാണ്. അങ്ങനെ പച്ചടി അടുപ്പത്ത് വെച്ച് ചോറായി. അത് കഴിഞ്ഞ് അവിയലായി. നമ്മുടെ പാവയ്ക്ക കുട്ടന്മാരെ അങ്ങോട്ട് നല്ല ഭംഗിയിൽ അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് വെച്ചു. എന്ത് ഭംഗിയുണ്ടല്ലേ. അതും കൂടെ അങ്ങോട്ട് വറക്കാമെന്ന് വിചാരിച്ചു. മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കടലമാവ് ചേർത്ത് വറുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അങ്ങനെ ദേ എല്ലാം സെറ്റായിട്ടുണ്ട്. പച്ചടിയോ സെറ്റായി. അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാറായി, അവിയലായി. പിന്നെ നമ്മുടെ തോരൻ കുട്ടന്മാരെ അങ്ങോട്ട് വെച്ചു കേട്ടോ. ക്യാബേജും ക്യാരറ്റും കൂടെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതാണ് ഇവിടെ തോരൻ വെച്ചത് ഇന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്, പരിപ്പ് റെഡിയായി, തോരൻ റെഡിയായി. അത് കഴിഞ്ഞ് നമ്മുടെ പാവയ്ക്ക വറുത്ത് നമ്മുടെ അച്ചാർ കൂട്ടന്മാരെ എല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചു കേട്ടോ. ഇന്നത്തെ അച്ചാറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈത്തപ്പഴ അച്ചാറുണ്ട്, ഇഞ്ചി അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ കറിനാരങ്ങ അച്ചാറുണ്ട്, പിന്നെ മാങ്ങ അച്ചാറുണ്ട്, പിന്നെ ചെറുനാരങ്ങ അച്ചാറുണ്ട്. ഇത്രയും അച്ചാറുകളുണ്ട്. അങ്ങനെ ഉമ്മച്ചി ടേബിളിൻ്റെ മണ്ടയിലോട്ട് ഇല അങ്ങോട്ട് നിരത്തി നമ്മുടെ ചിപ്സ് അങ്ങോട്ട് പറക്കി അങ്ങോട്ട് നിരത്താൻ തുടങ്ങി. നമ്മുടെ ചിപ്സ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. കളിയോടെ നമ്മുടെ ശർക്കര വരട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ കുഞ്ഞുവാവ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് വഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പാവമായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മുടെ ഓരോ ഇലയിലും ഓരോ കൂട്ടം സാധനങ്ങൾ അങ്ങോട്ട് പറക്കി നിരത്തി വെച്ചു. അപ്പം എല്ലാവരും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവരുടെയും ഓണവിശേഷങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് കയറി കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ അതേ കുഞ്ഞുവാവ പുറവേ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത്ത അങ്ങോട്ട് കയറി പറക്കി വെക്കാൻ തുടങ്ങി. ഉമ്മിച്ച വെക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത്ത അങ്ങോട്ട് കയ്യേ അപ്പം ശർക്കര വരട്ടി വെച്ചു, ചിപ്സ് വെച്ചു, കളിയോടൊക്കെ വെച്ചു. ഇത്ത വെക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ ശർക്കര വരട്ടി. പിന്നെ ദേ നമ്മൾ കുളിച്ച് റെഡിയായി നല്ല സുന്ദരിമാരായിട്ട് നിൽപ്പുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. പിന്നെ ദേ നാരങ്ങ അങ്ങോട്ട് പറക്കി നിരത്തി വെച്ചു. നാരങ്ങ അങ്ങോട്ട് ഓരോ ഇലയിലും വെക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അടുത്ത അച്ചാറ് കുറച്ച് മാങ്ങയില്ലാത്ത സദ്യ ഉണ്ടോ? മാങ്ങയും നാരങ്ങയും കറിനാരങ്ങയും ഇല്ലാത്ത സദ്യ ഇല്ല. അപ്പൊ കുറേച്ചേ വേണം. അച്ചാറുകൾ കൂടുതലായാലേ പ്രശ്നമാണ്. ഈ വിളമ്പിക്കും ഇനി നമുക്ക് ഇഞ്ചിക്കറി. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ട് കേട്ടാ. 1-2 ഇതിലോട്ട് വയ്ക്കാം. ഓക്കെ. പച്ചടി ഉണ്ട്. എന്തോ നിങ്ങളുടെ കയ്യില് അപ്പം നമ്മൾ ചില സദ്യകളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പാവയ്ക്ക വറുത്തതുകൊണ്ട് ഇലയുടെ മൂലയിൽ ഇങ്ങനെ കുറച്ച് പാവയ്ക്ക വറുത്തത് വയ്ക്കാം. സദ്യക്ക് അടുത്തത് എന്താ? തോരൻ. അപ്പം തോരൻ വയ്ക്കാം. അവിയല് സദ്യയിൽ അടുത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്.
അവിയല്. പടപടപടപടാന്ന് പൊടിയുന്ന പപ്പടം ഇല്ലാത്ത ഊണെന്തു അല്ലേ സദ്യതേ? പപ്പടം ഇല്ലാത്ത സദ്യയോ? ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമാണ് നല്ല കുത്തരിച്ചോറ്. അപ്പൊ അതേ കുത്തരിച്ചോറും എടുത്തേട്ടാ. ആദ്യത്തെ ഇല ഭാഗ്യവാന്റെ ഇലയാ. ആരാണോ ആ ഭാഗ്യവാൻ. അപ്പൊ ദേ ചോറ് വിളമ്പി കുറേച്ച് ചോറിടാം. എന്ന് വെച്ചാൽ സദ്യക്ക് പരിപ്പ് വേണം, സാമ്പാർ വേണം, മോര് വേണം, അങ്ങനെ എല്ലാം വേണ്ടേ. അതുകൊണ്ട് കുറച്ച് ചോറ്. കറി പയറിട്ട പരിപ്പ്. ആ എന്ത് ടേസ്റ്റാണെന്നറിയോ? അപ്പൊ പരിപ്പ് ഇവിടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യം എന്താ? നല്ല സാമ്പാറുണ്ട്. കണ്ടല്ലോ, നല്ല സാമ്പാറുണ്ട്. പിന്നെ പുളിശ്ശേരി, നല്ല കുറുകുറായിരിക്കുന്ന പുളിശ്ശേരി ഉണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പാല് കുടിക്കുമ്പോ കാണിക്കാം. ഓക്കെ, ചോറ് വേവാനുണ്ടായിരുന്നു. പപ്പടം പൊടിച്ച് പരിപ്പ് ഒക്കെ എടുത്ത് ഇച്ചിരി ഇഞ്ചിക്കറി എടുത്ത് ഇച്ചിരി അവിയലും ഒക്കെ എടുത്ത് ഒരു കൂട്ടി ഒരു കുഴയ്ക്കാം. എന്നാലേ ടേസ്റ്റ് ഉള്ളു. പൊളിയാ. ഞാൻ എടുക്കാം. വേണ്ട വേണ്ട. ഒരു പപ്പടം. നമ്മുടെ പപ്പടം, പായസം, പഴം അങ്ങോട്ട് ഞെവിടുക. ഇങ്ങനെ അജ്ജെന്നൊക്കെ പറയും ആൾക്കാർ, പക്ഷെ ഇങ്ങനെ കഴിക്കുന്നതിന് ടേസ്റ്റ് വേറൊന്നും തന്നെയാണ്. അപ്പം ഇതാണ്ടേ സൂപ്പർ.